ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്പെയർ റൂം എന്നുള്ള ജെന്നറ്റ് വിൻറ്റേഴ്സിൻ്റെ ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി അവരുടെ നൈറ്റ് സൈഡ് ഓഫ് ദ റിവർ ഗോസ്റ്റ് സ്റ്റോറീസ് എന്നുള്ള വർക്കിലത്തെ ഒരു കളക്ഷനിലത്തെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സ്പെയർ റൂം എന്നുള്ളത്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള 2023 അപ്പം ഇത് ആക്ച്വലി സ്പെയർ റൂം എന്നുള്ള വർക്ക് ഒരു ഗോസ്റ്റ് സ്റ്റോറി എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് ഇതിനകത്ത് നമ്മുടെ നറേറ്ററായിട്ട് വരുന്ന ഒരു ലേഡി ഉണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഹസ്ബൻഡായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് വേറൊരു വീട്ടിലേക്ക് ഒറ്റയ്ക്ക് താമസം മാറുകയും അവിടെ വെച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസുകൾ, അതായത് എന്തോ ഒരു വേറെ ആരുടെ ഒരു സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്നൊരു ഫീലിങ്ങും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫൈനലി അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് സിമ്പിൾ ലാംഗ്വേജ് തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ സമ്മറി പറയുന്നുള്ളൂ, കാരണം ലൈൻ ബൈ ലൈൻ പറയുമ്പോൾ ഒത്തിരി ബോറിംഗ് ആയിരിക്കും. ബോറിംഗ് എന്നുള്ളതിലുപരി ഒത്തിരി ലെങ്തി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമ്മറി കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാര്യം പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് കഴിഞ്ഞിട്ട് ആ ഒരു ചാപ്റ്റർ എന്തായാലും ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു, ഒരു കഥയൊക്കെ വായിക്കുന്ന ഒരു ലാഘവത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് എന്തായാലും ഒന്ന് വായിച്ചു. നമ്മൾ ഉച്ചയ്ക്ക് ജസ്റ്റ് കിടക്കുമ്പോൾ ഓർക്കാൻ വരുന്ന സമയത്ത് അങ്ങനെയെങ്കിലും മീൻസ് അങ്ങനെ വായിക്കാമെന്നല്ല ഉദ്ദേശം, അങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. വായിക്കാൻ മടിയുള്ളവർക്കാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ജസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വായിക്കാമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സമ്മറിയിലോട്ട് പോകാം. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം. ദ സ്റ്റോറി ബിഗൻസ് വിത്ത് ദ പ്രൊട്ടഗണിസ്റ്റ് റീസെൻ്റ്ലി ഡിവോഴ്സ്ഡ് വുമൺ റെൻറ്റിങ് ആൻ ഓൾഡ് ടൗൺ ഹൗസ് ഇൻ ലണ്ടൻസ് സ്പിറ്റൽഫീൽഡ് ഏരിയ. അപ്പോൾ നമ്മുടെ ഒരു ഡിവോഴ്സ്ഡ് വുമൺ ആണ്. അപ്പോൾ ഇവർ ഒരു വാടക വീട്ടിലോട്ട് താമസം മാറുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം തുടങ്ങിയിട്ടാണ് നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. ദ ഹൗസ് ഹാസ് എ റിച്ച് ഹിസ്റ്ററി ഡേറ്റിംഗ് ബാക്ക് ടു ദ 18th century ആൻഡ് ഇസ് സറൗണ്ടഡ് ബൈ ന്യൂ ഗ്ലാസ് ബിൽഡിങ്സ് ആൻഡ് ട്രെൻഡി ഷോപ്സ്. ഒരുപാട് എന്താ പറയുക, ഗ്ലാസ് ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ ട്രെൻഡി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല പഴക്കം ചെന്നിട്ടുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിക്കാൻ വേണ്ടി ചിലത്. ഫസ്റ്റ് ആ ഒരു പേജിൽ തന്നെ അവർ ആ ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ചുറ്റുപാടിനെ കുറിച്ച്, അതേപോലെ തന്നെ അവിടെ അവർ ചെന്ന് കയറുന്ന ആ ഒരു സംഭവങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. ആസ് എ പ്രൊട്ടഗണിസ്റ്റ് സെറ്റിൽസ് ഇൻ ടു ദ ഹൗസ് ഷീ സ്റ്റാർട്ട്സ് ടു ഫീൽ എ സിനിസ്റ്റർ പ്രസൻസ് ഇൻ ദ സ്പെയർ റൂം. അപ്പോൾ അങ്ങനെ അവരവിടെ ഇങ്ങനെ സെറ്റിലായി, ഫുഡൊക്കെ വെച്ച് ചായയൊക്കെ വെച്ച് അങ്ങനെ സെറ്റിൽ ആവുമല്ലോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരവിടെ ഇങ്ങനെ ഓക്കെ ആയി വരുമ്പോൾ ഇവർക്ക് ഫീൽ ആവുകയാണ് അവിടുത്തെ സ്പെയർ റൂമിനകത്ത് ആരുടെ ഒരു പ്രസൻസ്, ഏതൊരു വ്യക്തി അവിടെ ഉണ്ട്. ആ ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ അങ്ങനെ അതിനകത്ത് ഉണ്ട് എന്നൊരു ഫീൽ അവർക്ക് വരികയാണ്. ഷി ട്രൈസ് ടു ബ്രഷ് ഇറ്റ് ഓഫ് ആസ് ആർ ഇമാജിനേഷൻ. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല, അതെനിക്ക് തോന്നലാണ്. ഓൾറെഡി ഇങ്ങനെ ഡിവോഴ്സിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ എനിക്ക് ജസ്റ്റ് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരവിടെ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, സമാധാനിക്കുന്നൊക്കെയുണ്ട്. ബട്ട് ദ ഫീലിംഗ് പേഴ്സിസ്റ്റ്. പക്ഷെ അത് വീണ്ടും ആ ഒരു തോന്നൽ അവർക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വൺ നൈറ്റ് ഷീ സീസ് എ ഫിഗർ ഇൻ ദ സ്പെയർ റൂം വിൻഡോ. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ അതുകൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആ വിൻഡോൻ്റെ അപ്പുറത്തായിട്ട്, വിൻഡോൻ്റെ ഉള്ളിലായിട്ട് ഇവർക്ക് എന്ത് ഫീൽ ചെയ്യണം, അതിനകത്ത് ഒരാളവിടെ ഉണ്ട്. അവർ കറക്റ്റ് അവരുടെ ഫേസും മുടിയൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് അവർക്ക് അങ്ങനെ ഒരാളെ അവിടെ കറക്റ്റായിട്ട് കണ്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. വിച്ച് ഡിസപ്പിയേഴ്സ് വെൻ ഷീ ലുക്സ് അഗൈൻ. വീണ്ടും ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആളെ കാണുന്നില്ല. ഷീ ബിക്കംസ് ഇൻക്രീസിംഗ്ലി അൺസെറ്റിൽഡ്. അപ്പോഴേക്കും ഒരു ആകെ ടെൻസ്ഡ് ആവുകയാണ്. എസ്പെഷ്യലി വെൻ ഷീ സ്മെൽ സിഗരറ്റ് സ്മോക്ക് ആൻഡ് ഫൈൻസ് എ സിഗരറ്റ് ലൈറ്റർ ഇൻ ദ റൂം. മാത്രമല്ല അതിനുശേഷം അവർക്ക് എന്ത് ഫീൽ ആവുന്നുണ്ട്, അവിടെ ഒരു മൊത്തത്തിലൊരു സിഗരറ്റിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഫീൽ ആവുന്നുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ലൈറ്ററൊക്കെ അവർക്ക് ആ റൂമിൽ നിന്ന് കിട്ടുന്നൊക്കെയുണ്ട്. ദ പ്രൊട്ടഗണിസ്റ്റ് ഫ്രണ്ട് ബില്ലി സ്റ്റേസ് ഓവർ വൺ നൈറ്റ് ആൻഡ് ഹെൽപ്സ് ഹർ ഇൻവെസ്റ്റിഗേറ്റ് ദ സ്ട്രേഞ്ച് ഒക്കറൻസസ്. അപ്പോൾ ഒരു ദിവസം ഇവർക്ക് ഭയങ്കര പേടിയാവാണ് അവിടെ കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ബില്ലി അവിടെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ വന്ന് ഇവരുടെ കൂടെ അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്, സ്പെയർ റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു പുറത്തുനിന്ന് ഒരാൾ അവിടെ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരാളൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവളെന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരവിടെ സുഖമായിട്ട് അന്നത്തെ രാത്രി അവരവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സുഹൃത്ത് വന്നതുകൊണ്ട് തന്നെ ഈ സ്ത്രീ അവിടെ ഒരു സമാധാനമായിട്ട് അവർ ആ ഒരു നൈറ്റ് ഫുൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇയാളപ്പോഴേക്കും രാവിലെ അവർ എണീക്കുമ്പോഴേക്കും ഇയാൾ പോയിട്ടുണ്ടോ, അയാൾക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ഇയാൾ ഓൾറെഡി പോയിട്ടുണ്ട്, എന്താവശ്യത്തിന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് പോയിട്ടുണ്ടായിരിക്കും, ബില്ലി പോയിട്ടുണ്ടായിരിക്കും. ദേ ഫൈൻഡ് നോ എവിഡൻസ് ഓഫ് ആൻ ഇൻട്രൂഡർ ബട്ട് ദ പ്രൊട്ടഗണിസ്റ്റ് റിമൈൻസ് കൺവിൻസ്ഡ് ദാറ്റ് സംതിങ് ഈസ് അമിസ്. അപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് ബില്ലി അവിടെ വന്ന് നോക്കിയിട്ട് കൺഫേം ആക്കി പോയി. എന്നിരുന്നാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ആരും ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർക്ക് കൺവിൻസ്ഡ് ആവുന്നില്ല അവിടെ എന്തോ ഉണ്ട് എന്ന് തോന്നുകയാണ്. ആസ് എ ക്ലീൻസ്, കാരണം അവർ ഒരു ദിവസം
ആ റൂമിലിരിക്കുന്ന സമയത്ത് ഈ സ്പെയർ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ലൈറ്റർ അടിക്കുന്ന ടിക് ടിക് സൗണ്ടൊക്കെ അവർ കേൾക്കുന്ന ഫീൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇൻസിഡൻറ്റുകളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ആസ് ഷീ ക്ലീൻസ് ദ ഹൗസ് ഷീ ഡിസ്കവേഴ്സ് എ ഹിഡൻ ഫോട്ടോഗ്രാഫ് ബിഹൈൻഡ് എ സീസ്കേപ്പ് പിക്ചർ ഇൻ ദ സ്പെയർ റൂം. അങ്ങനെ ഒരു ദിവസം ഇവർ ആ ഒരു സ്പെയർ റൂമൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്ത് കാണുകയാണ്, അവിടെ ഒരു പിക്ചർ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. ദ ഫോട്ടോഗ്രാഫ് ഷോസ് എ കപ്പിൾ ആൻഡ് ദ പ്രൊട്ടഗണിസ്റ്റ് റെക്കഗ്നൈസസ് ദ മാൻ ആസ് എ സെയിം പേഴ്സൺ ഷീ സോ ഇൻ ദ വിൻഡോ. അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കുന്ന സമയത്ത് അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കപ്പിൾ ഫോട്ടോ ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോയിലുള്ള പുരുഷനെ ഈ സ്ത്രീ കണ്ടിട്ടുണ്ട്. ഇയാളെയാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ ആ ഒരു വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് എന്നൊരു തോന്നൽ ഇവർക്ക് വരികയാണ്. അപ്പോൾ ആദ്യം ഈ വിൻഡോയിൽ കൂടെ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് മേ ബി ചുറ്റുപാടൊക്കെ ഗ്ലാസ് ഹൗസുകളാണ്, ഗ്ലാസ് ബിൽഡിങ്സ് ആണ്. അപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലും റിഫ്ലക്ഷനായിട്ട് നമ്മൾ കണ്ട വേറെ ഏതെങ്കിലും ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ സമാധാനിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലാവാണ് ഈ പിക്ചറിൽ കണ്ട ആളുടെ ഫേസാണ് ഞാൻ ആ ഒരു വിൻഡോയുടെ അപ്പുറത്ത് കണ്ടിട്ടുള്ളത് എന്നൊരു കൺക്ലൂഷനിലേക്ക് അവരവിടെ എത്തണം. അവർക്ക് മനസ്സിലാവാണ്. The protagonist's ex-husband Clive is revealed to be the owner of the night shot that the protagonist had taken with her when she left him. അവരുടെ ഹസ്ബൻഡാണ്, എക്സ് ഹസ്ബൻഡാണ് ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ക്ലൈവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സീനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ലേഡി പോയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഐ തിങ്ക് അത് അയാളുടെ അടുത്തൊരു ഹാർട്ട് ഫീലിങ്സ് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ലേഡി ക്യാരക്ടർ. പക്ഷേ ക്ലൈവിന് അങ്ങനെയൊന്നുമില്ല. ആൾ ഭയങ്കര ഓക്കെയാണ്. ഇവരാണ് ആ ഒരു സെപ്പറേഷനിൽ നിന്നും കംപ്ലീറ്റ്ലി എന്താ പറയുക വിട്ടു പോരാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ഇവർ ആക്ച്വലി അയാൾക്കത് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമുക്ക് അവരുടെ ആ ഒരു കോൺവെർസേഷനൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ ലേഡി പറയുന്നുണ്ട് ഐ മിസ് യു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അയാൾ കുഴപ്പമില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞ ഒരു സ്വയം സമാധാനിക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു റെസ്പോൺസും കാര്യമായിട്ട് ഒരു ഇമോഷണൽ റെസ്പോൺസൊന്നും അയാളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. തിരിഞ്ഞു നോക്കുകയും ചെയ്യാതെ അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു കോൾഡ് ടൈപ്പ് ക്യാരക്ടറാണ് ഈ ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ വായിക്കേണ്ട സമയത്ത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവർ അവിടെ ആ റൂമിനകത്ത് ഫുള്ള് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി അവിടെ ഒരു സിഗരറ്റിൻ്റെ സ്മെല്ല് വരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് ഇവർ എന്താ പറയുക നമ്മുടെ പ്രൊട്ടഗണിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നരേറ്ററായിട്ടുള്ള ലേഡി ഇയാളായിട്ട് സെപ്പറേറ്ററായിട്ട് പോരുന്ന സമയത്ത് ഇയാൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് നൈറ്റ് ഷർട്ടുകൾ ഇയാൾ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. ഇവർ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇയാളോടുള്ള ഒരു ഇൻറ്റൻസ് സ്നേഹം കൊണ്ടായിരിക്കാം, അദ്ദേഹത്തിനെ മിസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഒരു നൈറ്റ് ഷർട്ട് മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ സ്ഥലങ്ങളിൽ തിരയുന്നൊക്കെ ഉണ്ട്. ആക്ച്വലി ആ നൈറ്റ് ഷർട്ട് ഈ ഒരു സ്പെയർ റൂമിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി വാഷ് ചെയ്തിട്ടില്ല, അയാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു നൈറ്റ് ഷർട്ടാണത്. അപ്പോൾ അതിനകത്ത് അയാളുടെ സ്വെറ്റിൻ്റെ സ്മെല്ലുണ്ട്, അതേപോലെ സിഗരറ്റിൻ്റെ സ്മെല്ലുണ്ട്, അയാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിഗരറ്റിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി ആ റൂമിനകത്ത് ഒരു സിഗരറ്റിൻ്റെ സ്മെല്ലായിട്ട് ഇത്ര ദിവസം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അവർക്ക് പിന്നീടാണ് കഥയുടെ ഒക്കെ കുറച്ച് അങ്ങോട്ട് എത്തിയതിന് ശേഷമാണ് അവർക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് ആരും അവിടെ വന്ന് സിഗരറ്റ് വലിച്ചതല്ല, ഓൾറെഡി അവിടെ കിടക്കുന്ന അവരുടെ എക്സ് ഹസ്ബൻഡിൻ്റെ ആ ഒരു ഡ്രസ്സ് കാരണമാണ് ആ ഒരു സ്മെല്ല് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇയാളുമായിട്ടുള്ള മീറ്റിങ്ങിനൊക്കെ ശേഷം ഇവർക്ക് മനസ്സിലാവുകയാണ് ഞാൻ ഇനിയും ഇയാളെ തന്നെ ഇങ്ങനെ മിസ് ചെയ്ത് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ ഡ്രസ്സുകൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഇവർ കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. എന്നിട്ട് അവർ വരുന്ന വഴിക്ക് കുറച്ച് ഫ്ലവേഴ്സ്, ഡാഫഡിൽ ഫ്ലവേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവർ അവിടെ ആ സ്പെയർ റൂമിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നൊക്കെ ഉണ്ട്. കാരണം ആ ഒരു ചീത്ത സ്മെല്ലൊക്കെ പോട്ടെ, മൊത്തത്തിൽ നിന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്. ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ സ്വയം ഒന്നും ഇങ്ങോട്ട് നിവർന്ന് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു പഴയ ലൈഫിലോട്ട് അവർ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. The night shirt is found in the spare room smelling of sweat and tobacco. അപ്പോൾ സ്പെയർ റൂമിൽ നിന്ന് ഇത് കിട്ടുമ്പോൾ ആ ഒരു നൈറ്റ് ഷർട്ട് കിട്ടുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്, ടൊബാക്കോൻ്റെയും സ്വെറ്റിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട്. ദ പ്രൊട്ടഗണിസ്റ്റ് റിയലൈസസ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ഹോൾഡിംഗ് ഓൺ ടു ദ നൈറ്റ് ഷർട്ട് ആസ് എ വേ ഓഫ് ഹോൾഡിംഗ് ഓൺ ടു ക്ലൈവ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തുണികൾ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഓർമ്മകളെ കൊണ്ട് നടക്കണം തുല്യമാണെന്ന് മനസ്സിലായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഡ്രസ്സുകളൊക്കെ കൊടുത്ത് അവർ കൊണ്ടുപോയിട്ട് ബിന്നിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന സീനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ദ ഹോണ്ടിങ് സീംസ് ടു സ്റ്റോപ്പ് എക്സെപ്റ്റ് ഫോർ ദ ഫൈനൽ ഇൻസിഡൻറ്റ് വേർ ദ പ്രൊട്ടഗണിസ്റ്റ് സ്മെൽസ് ഓറഞ്ചസ് ഇൻ ദ സ്പെയർ റൂം. നമ്മൾ പറഞ്ഞു ഏകദേശം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എന്ന് സിഗരറ്റ് അവിടുത്തെ പ്രശ്നമല്ല, അതായത് സിഗരറ്റ് വേറെ ആരും കൊണ്ടുവന്നതല്ല, ഒരാളുടെ രൂപം കണ്ടത് ആ ഫോട്ടോഗ്രാഫ് കണ്ടതായിരിക്കും, അങ്ങനെയൊക്കെ അവർ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും ജോലിക്ക് റീജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഡിവോഴ്സിൻ്റെ ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ അവർ മാറി വരുന്നുണ്ടായിരുന്നുള്ളൂ. വീണ്ടും അവർ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. അവർ സുഹൃത്തുക്കളായിട്ടൊക്കെ സംസാരിക്കാൻ, അവരായിട്ടൊക്കെ പുറത്തു പോകാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ലൈഫ് വീണ്ടും ബാക്ക് ടു നോർമലായി വരുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡാഫഡിൽസ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ മണം അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ഫീൽ ചെയ്യാൻ തുടങ്ങണം, ഒരു ബാക്കി സ്മെല്ലുകളൊക്കെ പോയി ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലിങ്ങനെ ആ വീടിനകത്തുനിന്ന് ഇങ്ങനെ വരുന്നതായിട്ട് അവർക്ക് ഫീൽ ആവുകയാണ്.
അപ്പോൾ പിന്നെ അവരത് വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല, അപ്പോഴൊന്നും വലിയ പ്രശ്നമാക്കി എടുക്കുന്നില്ല. ഇൻ ദ ഫൈനൽ സീൻ ഇനി ലാസ്റ്റ് ഒരു രണ്ട് ലൈൻ വരുന്നത് ഒരു വർഷത്തിന് ശേഷം, അവിടെ ഒരു വർഷത്തോളം അവർ താമസിച്ചതിന് ശേഷം വരുന്ന ഒരു സെക്ഷനാണ്. ഇൻ ദ ഫൈനൽ സീൻ ദ പ്രൊട്ടഗണിസ്റ്റ് ഡിസ്കവേഴ്സ് ദാറ്റ് ദ ഹൗസ് ഹാഡ് ബീൻ ലിവ്ഡ് ഇൻ ബൈ ആൻ ഓറഞ്ചസ് ഇമ്പോർട്ടർ ഇൻ 1950s. എൻഡ് ആവുമ്പോഴാണ് ഇവരറിയുന്നത് ആ ഒരു വീട്ടിൽ പണ്ട് 1950s കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഓറഞ്ച് ഇമ്പോർട്ടർ ആയിരുന്നു, ഹു ഹാഡ് കിൽഡ് ഹിംസെൽഫ് ഇൻ ദ സ്പെയർ റൂം. അയാൾ ആ സ്പെയർ റൂമിൽ വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ സ്റ്റോറി സജസ്റ്റ് ദാറ്റ് ദ പ്രൊട്ടഗണിസ്റ്റ് എക്സ്പീരിയൻസ് മേ ഹാവ് ബീൻ കണക്റ്റഡ് ടു ദി ഇമ്പോർട്ടർ സ്പിരിറ്റ്, ബട്ട് ദ എക്സാക്ട് നേച്ചർ ഓഫ് ദ ഹോണ്ടിങ് ഇസ് ലെഫ്റ്റ് ആംബിഗസ്. അപ്പം ഇവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും കാലം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് മേ ബി അയാളുടെ ആ ഒരു സ്പിരിറ്റ് എന്ന് എന്താ നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, അയാളുടെ ആ ഒരു മരിച്ചു പോയ ആളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് അവരൊരു വർഷത്തിന് ശേഷം റിയലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അത്രയും കാലം അവർ ഓറഞ്ചിൻ്റെ സ്മെല്ലിൽ എന്ന് വെച്ചാൽ അവരെങ്ങനെ വിടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലത്ത് ശേഷമാണ് അവരറിയുന്നത് നിങ്ങളെ പേടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പറയാതിരുന്ന ഹൗസ് ഓണർ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെ പേടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ പറയാതിരുന്നതാണ് ഇങ്ങനെ മുന്നൊരു ഓറഞ്ച് ഇമ്പോർട്ടർ ആയിരുന്നു അവിടെ താമസിച്ചിരുന്ന ആളവിടെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് അതിന് ശേഷമാണ്, കുറേ ദിവസത്തിന് ശേഷമാണ് അവരവിടെ റിയലൈസ് ചെയ്യുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു സ്പിരിറ്റ് എന്നുള്ള രീതിക്ക് അവരുടെ ആ ഒരു സ്പിരിറ്റും ഇവരുടെ ആ ഒരു ഇതും കൂടെ അവിടെ അങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു രീതിക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒരു തോന്നലാണ്, നമ്മൾ തോന്നലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം തോന്നലാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ സൈക്കോളജിക്കലി അവർക്ക് തോന്നിയ ആ ഒരു മെൻ്റലി അവർക്ക് തോന്നിയ ഒരു സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് വന്നതായിരിക്കും, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നില്ല എന്തുകൊണ്ട് ആ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് വന്നു എന്നോ അവിടെ ശരിക്കും അങ്ങനെ സ്പിരിറ്റ് ഉണ്ടോ എന്നോ അങ്ങനെ ഒന്നും ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് അതൊക്കെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയുടെ അകത്ത് വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക.